പ്രൈസ് ഗോഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും രക്ഷിതാവ് നാഥനുമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. ഈ രാവിലെ സമയം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 43-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പ്രവാചകനായ യെശയ്യാവിലൂടെ നമ്മോട് സംസാരിക്കുന്ന ദൈവജനത്തോട് ഇടപെടുന്ന ഒരു പ്രവചന ശബ്ദം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ യഹോവ പുതിയതൊന്നും ചെയ്യുന്നു. ആ വാക്ക് വളരെ ശ്രദ്ധിക്കുക. പുതിയത് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. അത് പ്രധാനപ്പെട്ട ഒരു ഭാഗം. പുതിയത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞല്ല, ഇപ്പോൾ തന്നെ അത് സംഭവിക്കും. ഇവിടെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന, സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്ന, ദൈവത്തെ യേശുവിനെ പരസ്യമായി സ്വീകരിച്ച ആളുകൾ, അവരോട് ദൈവം പറയുക, പുതിയത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. പുതിയത് അതിപ്പോൾ തന്നെ ചെയ്യാൻ റെഡിയാണ്. പക്ഷെ 2 പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കേൾക്കുന്നവർ ചെയ്യണം. മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. പഴയത് മറക്കണം, എന്നാൽ പുതിയത് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ്. ഈ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുന്നവരോട് ഞാൻ പറയാം, മറ്റാർക്കും ലഭിക്കാത്തത്, നിന്റെ രക്തബന്ധങ്ങൾക്കോ ദേശക്കാർക്കോ ലഭിക്കാത്തത്, ഫ്രഷ് ആയിട്ടുള്ളത് കർത്താവ് നിനക്ക് തരാൻ പോവുക. പക്ഷെ വർഷങ്ങൾ കൊണ്ടുള്ള ചില കാര്യങ്ങൾ മറക്കാതെ ഹൃദയത്തിന്റെ അകത്ത് ഇന്നും നീ സൂക്ഷിക്കുക. നീ ജനിച്ച നാൾ മുതലുള്ള പഴയ കാര്യങ്ങൾ നീ ഓർത്തോണ്ടിരിക്കുക. അത് തന്നെ നിന്റെ ഹൃദയത്തിൽ വച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. പഴയത് നീ മറക്കണം. ദൈവം കൃത്യമായി പ്രവാചകനിലൂടെ പറയുക, ഇതുവരെയുള്ള കാര്യങ്ങൾ നീ മറക്കുക, നിന്റെ പുറകോട്ടുള്ളത് മറക്കുക, എന്നാൽ ഇപ്പോൾ പുതിയത് ഞാൻ ചിലത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ പ്രവചന ശബ്ദം കേൾക്കുന്നവർ ഇപ്പോൾ തന്നെ പുതിയത് ചിലത് നിന്റെ വിളിക്കകത്ത് കിടപ്പുണ്ട്, അത് പുറത്തു വരാൻ പോവുക. നിന്റെ ശുശ്രൂഷ മുഖത്ത് പുതിയത് ചിലത് കിടപ്പുണ്ട്, അത് യേശുവിന്റെ നാമത്തിൽ പുറത്തു വരാൻ പോവുക. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ആമേൻ പറഞ്ഞ് നല്ലതുപോലെ ആരാധനയോടെ ഏറ്റെടുക്കുന്നെങ്കിൽ പുതിയത് ചിലത് നിന്റെ മേൽ കർത്താവ് പകരാൻ പോവുക. അഭിഷേകത്തിന്റെ പുതിയ എണ്ണ നിന്റെ മേൽ പകരാൻ പോവുക. അഭിഷേകത്തിന്റെ പുതിയ പുതപ്പുകൾ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് അണിയിക്കാൻ പോവുക. മറ്റാർക്കും കിട്ടാത്ത പുതിയ വെളിപ്പാടുകൾ കർത്താവ് നിന്റെ മേൽ പകരാൻ പോവുക. ഇന്ന് പ്രവാചകന്മാരുടെ അവർക്ക് മനസ്സിലാകാത്ത ചില റെവലേഷനുകൾ, പ്രൊഫറ്റിക്കൽ വേർഡുകൾ, പ്രൊഫറ്റിക്കൽ വിഷനുകൾ ദൈവം പുതുതായി നിനക്ക് തരാൻ പോവുകയാണ്. പഴയത് പെട്ടെന്നൊന്നും ആരും മറക്കാറില്ല. വർഷങ്ങൾ കഴിഞ്ഞാൽ വരെ അത് ഓർത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ വേദപുസ്തകത്തിൽ ഏറ്റവും വലിയൊരു കാര്യം, നമ്മുടെ പഴയ പാപങ്ങൾ കർത്താവ് ഓർക്കുന്നില്ല. പഴയത് കർത്താവ് ഓർക്കുന്നില്ല. നമ്മളായിരുന്ന സിറ്റുവേഷനിൽ ജീവിച്ചിരുന്ന പഴയത്, പഴയ കാര്യങ്ങൾ, പഴയ സ്വഭാവങ്ങൾ, പഴയ ചിന്തകൾ, നാം ചെയ്തു കൂട്ടിയതെല്ലാം കർത്താവ് പറയാ, ഞാൻ ആഴക്കടലിൽ ഇട്ട് കളഞ്ഞു, അത് ഓർക്കുന്നു പോലുമില്ല. നമ്മുടെ പാപങ്ങൾ സ്വർഗം മറന്നു കളഞ്ഞു, പഴയതെല്ലാം മറന്നു കളഞ്ഞു. അങ്ങനെയെങ്കിൽ കർത്താവ് നിന്നോട് ആവശ്യപ്പെടുക, നിന്നോട് പറയാൻ കർത്താവിന് കഴിയും. കാരണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവേലയ്ക്ക് സമർപ്പിക്കപ്പെട്ടിട്ട് പഴയ ചില പ്രശ്നങ്ങളുടെ പേരിൽ വേണ്ടെന്ന് വെച്ച് മാറി നിൽക്കുന്ന ആരോടോ പരിശുദ്ധം പ്രവചിക്കുന്നു, നിന്റെ
നീ മറക്കാൻ റെഡിയാണെങ്കിൽ പുതിയത് ഇപ്പോൾ തന്നെ നിന്റെ മേൽ സ്വർഗം പകരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവൻ ഇപ്പോൾ നല്ലൊരു ആമേൻ പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കണം. പുതിയ ഒരാത്മതലം നിനക്ക് വേണ്ടി തുറന്നു തരും. പുതിയ വേല സ്ഥലങ്ങൾ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി തുറന്നു തരും. ഇന്ന് വരെ ഉപയോഗിക്കാത്ത ദൈവരാജ്യത്തിന്റെ അകത്തുള്ള ചില ആയുധങ്ങൾ നിനക്ക് പരിശുദ്ധാത്മ തരാൻ പോവുകയാണ്. അപ്പൊ പഴയത് മറക്കുക, പുതിയത് സ്വർഗം ചെയ്യാൻ പോവുക. അതിന്റെ ആ വാക്കുകൾ ഇപ്പോൾ ഉത്ഭവിക്കും. 6 മാസം കഴിഞ്ഞല്ല, 24 മണിക്കൂർ കഴിയുമ്പോഴല്ല. ഈ ദൂത് നീ കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ സമർപ്പിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അത് സംഭവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ചില ദൈവപ്രവൃത്തികൾ നടക്കാൻ പോവുകയാണ്. അസാധ്യം എന്ന് നീ പറഞ്ഞത് ഇപ്പോൾ സാധ്യമാകാൻ പോവുകയാണ്. പരാജയപ്പെടും എന്ന് നീ പറഞ്ഞ് ഇപ്പോൾ വിജയിക്കാൻ പോവുക. അപമാനിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നീ ഇപ്പോൾ വിജയിക്കാൻ പോവുക, മാനിക്കപ്പെടാൻ പോവുക. നമ്മള് ശുശ്രൂഷകന്മാരുടെ ഒക്കെ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. ചിലർ പറയും പൗലോസിന്റെ ശുശ്രൂഷ എനിക്ക് വേണം, ജോഷുവയുടെ ശുശ്രൂഷ, മോസസിന്റെ ശുശ്രൂഷ, ഏലിയാവിന്റെ ശുശ്രൂഷ, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ പഴയതാണ്, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ന്യൂ ഹോളി സ്പിരിറ്റ് മിനിസ്ട്രി, പരിശുദ്ധാത്മാവിന്റെ പുതിയ ശുശ്രൂഷകൾ നിന്നെ ഏൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് എനിക്ക് വേണം എന്ന് ആവശ്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ആമേൻ പറഞ്ഞ് കരമുയർത്തി അതിനെ സ്വീകരിക്കുന്നെങ്കിൽ ഈ നിമിഷം തൊട്ട് മോസസ് ചെയ്തതല്ല, ഏലീശ ചെയ്തതല്ല, ഏലിയാവ് ചെയ്തതല്ല, ദാനിയേൽ ചെയ്തതല്ല, ശമൂവേൽ ചെയ്തതല്ല, പൗലോസും യോഹന്നാനും ചെയ്തതല്ല, അവരാരും ചെയ്യാത്ത പുതിയത് ദൈവരാജ്യത്തിന്റെ അകത്തുണ്ട്, ശുശ്രൂഷാമുഖത്തുണ്ട്. നീ പഴയത് മറക്കുകയാണെങ്കിൽ ഇപ്പോൾ പുതിയത് നിന്റെ മേൽ തുറക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ, പത്രോസൊക്കെ പോകുമ്പോൾ നിഴല് തട്ടി രോഗികൾ സൗഖ്യമാകും അല്ലെ? പത്രോസ് ആ വഴിയിലൂടെ പോകുമ്പോൾ 2 സൈഡിലും രോഗികളെ കൊണ്ട് നിർത്തിയിരിക്കുക. അവിടെ പത്രോസ് കൈ വയ്ക്കുന്നില്ല, പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പോകുന്ന വഴിക്ക് നിഴല് തട്ടി രോഗി സൗഖ്യമാകും. അതാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. വലിയ കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ ഡീപ്പായിട്ടുള്ളൊരു ശുശ്രൂഷയുണ്ട്. പത്രോസ് പോയി 2 ഭാഗത്തിരിക്കുന്ന രോഗി ആ സെക്കൻഡിൽ പത്രോസ് അങ്ങ് പോകുമ്പോൾ തന്നെ നിഴല് തട്ടി സൗഖ്യമാകുക. പക്ഷെ അതിനേക്കാൾ വലുത്, നീ പോയ വഴിയിലൂടെ 1 മാസം കഴിഞ്ഞൊരു മരിച്ചവന്റെ ബോഡി കൊണ്ടുവരുമ്പോൾ ആ വഴിയിലേക്ക് കയറുമ്പോൾ തന്നെ അവൻ ജീവൻ വച്ചെഴുന്നേക്കുന്നെങ്കിൽ ഇതാണ് പുതിയ അസാധാരണ ശുശ്രൂഷ എന്ന് പറയുന്നത്. രാമൻ പറഞ്ഞ കർത്താവിനെ സ്തുതിച്ച് പത്രോസ് പോയ ആ നിമിഷത്തിൽ സൗഖ്യമായി. പക്ഷെ അതിനേക്കാൾ ഡീപ്പാണ്, നീ പോയ വഴിയിലൂടെ 1 മാസം കഴിഞ്ഞ് പോകുന്ന മരിച്ചവൻ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന മരിച്ചവൻ സൗഖ്യമായാൽ. മാത്രമല്ല, ഒരു കലണ്ടറിൽ നിന്റെ ഫോട്ടോ കണ്ടു, അല്ലെങ്കിൽ ഒരു പാസ്ബുക്കിൽ നിന്റെ ഫോട്ടോ കണ്ടു, ഫേസ്ബുക്കിൽ നിന്റെ ഒരു പ്രൊഫൈൽ ചിത്രം അല്ലെങ്കിൽ ഫോട്ടോ കണ്ടു. ആ സെക്കൻഡിൽ അത് കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ചിലരുടെ ഉള്ളിൽ കിടക്കുന്ന ഭൂതങ്ങൾ അലറിയാൽ, വിട്ടുമാറിയാൽ അത് പുതിയതാ. അതുവരെ കേരളം കാണാത്തതാ, ഇന്ത്യ കാണാത്തതാ, ലോകരാജ്യം കാണാത്ത ശുശ്രൂഷയാ. എത്ര പേരത് വിശ്വസിക്കുന്നു? പുതിയത് കർത്താവ് ചെയ്യാൻ പോവുക. കർത്താവിന്റെ ആവനാഴിയിൽ പുതിയതുള്ളൂ, പഴയതില്ല. എത്ര പേര് പുതിയത് ആഗ്രഹിക്കുന്നുണ്ട്? നിന്റെ വിളിക്കകത്ത് പുതിയത് ചിലത് കിടപ്പുണ്ട്. ഇന്ന് പരിശുദ്ധയാത്മാവ് അതിനെ പൊക്കിയെടുക്കാൻ പോവുകയാണ്. ഈ അന്ത്യകാലത്തിന്റെ അവസാനത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പഴയത് മുഴുവൻ മറക്കുക,
പഴയ കാര്യങ്ങൾ ഓർത്ത് നിരാശപ്പെട്ട്. എന്നാൽ പുതിയത് കർത്താവ് ഇപ്പോൾ ചെയ്യും. നമുക്ക് ഇപ്പോൾ ഉത്ഭവിക്കും കേട്ടോ. വേദപുസ്തകത്തിൽ ഒരു പഴയ നിയമത്തിന്റെ ഒരു ചരിത്രമുണ്ട്. ചരിത്രം എന്ന് വെച്ചാൽ ഒരു ദൂത് പറഞ്ഞാൽ പഴയ നിയമത്തിൽ നാളെ സംഭവിക്കും. എലീശ പറഞ്ഞില്ല നാളെ ശമരിയുടെ പടിവാദിക്കാം. അപ്പൊ നാളെ എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ പല ദൂത് നാളെ സംഭവിക്കും. യെശയ്യാ 43:18 പ്രവാചകനിലൂടെ ജനത്തോട് പറയുക, നാളെയല്ല ഇപ്പോൾ, ഈ സെക്കൻഡിൽ, ഈ നിമിഷം തന്നെ ഇത് സംഭവിക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ് വിധി പറഞ്ഞ വിഷയമായിരിക്കാം ഇപ്പോൾ അനുഭവം. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പരിശുദ്ധാത്മ ഇപ്പോൾ അത് ചെയ്യാൻ പോവാ. ഫ്രഷ് ആയിട്ടുള്ള ഡെലിവറൻസ് ആണ് പോവാ. നാളെയല്ല, നീ വിശ്വസിക്കുന്നതിൽ ഇപ്പോൾ തന്നെ സംഭവിക്കാൻ പോവാ. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കർത്താവ് പറയും. നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നിങ്ങൾ കയറി നിൽക്കേണ്ട ചില പൊസിഷനുകൾ, നിങ്ങൾ ആ പ്രൊഫറ്റിക്കൽ സന്ദേശം ഏറ്റെടുക്കുക. രക്തബന്ധങ്ങളോ ചർച്ചക്കാരോ വിശ്വാസി സമൂഹം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പുതിയത് കർത്താവ് നിനക്ക് വിളിച്ചു. പുതിയ വഴികൾ കർത്താവ് നിനക്ക് വേണ്ടി തുറന്നു. പുതിയ ശുശ്രൂഷയുടെ അനുഭവങ്ങൾ കർത്താവ് നിനക്ക് വേണ്ടി തുറന്നു. യെസ്, അത് കർത്താവ് ചെയ്യാൻ വിശ്വസ്തനാണ്. കർത്താവ് പറഞ്ഞത് ചെയ്തിരിക്കും. പുതിയത് ഇപ്പോൾ ഉത്ഭവിക്കും എന്ന് നീ അറിയുന്നില്ലേ? സ്വർഗ്ഗപിതാവേ, ഈ ജനത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ പുതിയത് ഇപ്പോൾ മുതൽ സംഭവിക്കട്ടെ. പുതിയ അനോയിന്റിംഗ് ഇവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. പുതിയ ആത്മീക അന്തരീക്ഷം തുറക്കപ്പെടട്ടെ. അസാധാരണമായതൊന്നും ഇവരുടെ മേൽ സംഭവിക്കുന്നതിനാൽ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. അസാധാരണമായി ആരും കണ്ടിട്ടില്ലാത്തത് ഇവരിലൂടെ സംഭവിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു, അത്ഭുതമാക്കും, ബ്ലസ് ചെയ്യുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ പിതാവ്. ICGI അപ്പോസ്തലിക് മിനിസ്ട്രി എന്ന ഒരു കൂട്ടായ്മയിൽ ഒരുപാട് പേരെ കർത്താവ് ശുശ്രൂഷകന്മാരായി വാർത്തെടുക്കുന്നു. വചന വെളിപ്പാടിൽ ജനത്തെ പണിതെടുക്കുന്നു. ഏതെങ്കിലും ഒരു ആവശ്യമായിട്ട് വരുന്നവരായിരിക്കാം, പക്ഷെ അവർ കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ച് കൃപാവരങ്ങളോടെ പലരും പലയിടങ്ങളിൽ ശുശ്രൂഷയ്ക്കായി പ്രാപിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു ആത്മീക കൂട്ടായ്മയുണ്ട്. കുറുപ്പമ്പടിയിൽ മൂലൻസ് എന്ന സൂപ്പർ മാർക്കറ്റിന്റെ മുകൾ ഭാഗത്ത് ആരാ നടക്കുന്നു. നിങ്ങൾ എവിടെയാണെങ്കിലും കടന്നു വരിക. നിങ്ങളെ ദൈവം സ്പർശിക്കും, ദൈവം നിങ്ങളോട് സംസാരിക്കും. ഇതിനകത്ത് ഞങ്ങളുടെ ഫോൺ നമ്പറുകളുണ്ട്. നിങ്ങൾ വിളിക്കുക, നിങ്ങളുടെ ആലോചനകളെ സ്വീകരിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്യാൻ കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.